ഇന്നൊരു കൊച്ചു കഥ വായിച്ചപ്പോൾ ആ കഥ നിങ്ങൾക്കൂടൊന്ന് പറഞ്ഞു തന്നാൽ എന്താന്ന് തോന്നി. അവധിയൊക്കെ അല്ലേ, എല്ലാവരും അവധിക്കാലത്ത് എന്താ ചെയ്യുന്നേ? മൊബൈലും ഗെയിമും ഒക്കെ ആയിട്ടിരിക്കുവാണോ? നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഒരുപാട് കഥകൾ വായിക്കുമായിരുന്നു. എത്ര കഥകൾ വായിച്ചാലും കേട്ടാലും മതിയാവില്ല. അന്ന് ബാലരമ, പൂമ്പാറ്റ, ബാലഭൂമി, ബാലമംഗളം, എന്തുമാത്രം കഥാപുസ്തകങ്ങളുണ്ടായിരുന്നെന്നോ. അവധിയാകുമ്പോഴേക്കും പഴയ വായിച്ച പുസ്തകങ്ങളൊക്കെ വീണ്ടും വീണ്ടും എടുത്ത് വായിക്കും. സൂത്രൻ, ഷേരു, മായാവി, ശുപ്പാണ്ടി, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ. എന്ത് രസമായിരുന്നെന്നോ. അപ്പോൾ ഇന്ന് കഥ പറഞ്ഞു തരട്ടെ. ഒരിടത്തൊരിടത്ത് ചിന്നൻ എന്ന പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. ചിന്നനും അവൻ്റെ അമ്മയുമായിരുന്നു വീട്ടിൽ. അവർ വളരെ പാവപ്പെട്ടവരായിരുന്നു. അവർ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. എന്തുവായിരുന്നു അവർ ചെയ്യുന്നതെന്ന് അറിയുമോ? അടുത്തുള്ള കാട്ടിൽ നിന്ന് വിറക് പിറക്കിക്കൊണ്ടുവന്ന് ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ട് ആ പൈസ കൊണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം ചിന്നൻ ഇങ്ങനെ വിറക് പിറക്കാൻ കാട്ടിപ്പോയപ്പോൾ ഉണ്ടല്ലോ, നല്ല മനോഹരമായ ഒരു പാട്ട് കേൾക്കുന്നു. എവിടെ നിന്നാണ് ഈ പാട്ട് കേൾക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചിന്നൻ ഇങ്ങനെ നോക്കി വന്നപ്പോൾ എന്താ കണ്ടേ? ഒരു വാനമ്പാടി മരക്കൊമ്പിൽ ഇരുന്ന് പാടുന്നു. പാട്ട് പാടിക്കഴിഞ്ഞതും വാനമ്പാടിയുടെ ചുണ്ടിൽ നിന്ന് ചെറിയൊരു സ്വർണ്ണമുത്ത് താഴേക്ക് വീണു. മുത്ത് വീണതും വാനമ്പാടി മരത്തിൽ നിന്ന് ചിറകടിച്ച് ദൂരേക്ക് പറന്നുപോയി. ചിന്നൻ വേഗം ചെന്ന് ആ സ്വർണ്ണമുത്ത് എടുത്തു. അവനത് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കടയിൽ കൊണ്ട് വിറ്റ് പൈസ വാങ്ങി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങി. അടുത്ത ദിവസവും ചിന്നൻ വാനമ്പാടിയെ തേടി കാട്ടിലെത്തി. പാട്ട് പാടിക്കഴിയുമ്പോൾ സ്വർണ്ണമുത്ത് വീഴുമല്ലോ, അതെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വാനമ്പാടിയെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചിന്നൻ എന്നും കാട്ടിലെത്തി വാനമ്പാടിയെ തിരയാൻ തുടങ്ങി. സ്വർണ്ണമുത്ത് വീഴുന്നത് എടുക്കാൻ വേണ്ടി ഉള്ള ആഗ്രഹമാണ്. അപ്പോൾ കുറേ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞപ്പോൾ വാനമ്പാടി പഴയ മരക്കൊമ്പിലിരുന്ന് പാട്ട് പാടുന്നത് അവൻ കണ്ടു. അപ്പം ചിന്നൻ ആ മരത്തിൻ്റെ പുറകിൽ ഇങ്ങനെ ഒളിച്ച് നിന്നു. അന്നും ഇങ്ങനെ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ വാനമ്പാടിയുടെ ചുണ്ടിൽ നിന്ന് ഒരു സ്വർണ്ണമുത്ത് താഴെ വീണു. വാനമ്പാടി പറന്നും പോയി. ചിന്നൻ ആ സ്വർണ്ണമുത്തെടുത്തു. എന്നിട്ട് അവൻ്റെ മനസ്സിൽ കൂടെ ഇപ്പോൾ ഒരു ചിന്ത വന്നു. ഈ വാനമ്പാടിയെ പിടികൂടി കൂട്ടിലടച്ചാൽ എന്നും സ്വർണ്ണമുത്ത് കിട്ടുമല്ലോ. ചിന്നൻ്റെ മനസ്സ് അത്യാഗ്രഹത്താൽ നിറഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ വാനമ്പാടിയെ വീണ്ടും കണ്ടു. ചിന്നൻ എന്തു ചെയ്തെന്നോ? വാനമ്പാടിയുടെ കാലിലേക്ക് ഒരമ്പയച്ചു. മരക്കൊമ്പിൽ നിന്ന് താഴെ വീണ വാനമ്പാടിയുമായി അവൻ വീട്ടിലെത്തി. എന്നിട്ട് അതിനെ കൂട്ടിലടച്ചു. വാനമ്പാടി, നീ ഒരു പാട്ട് പാടൂ, ചിന്നൻ ആവശ്യപ്പെട്ടു. എന്നാൽ വാനമ്പാടി പാടിയില്ല. പാട്ട് പാടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും, ചിന്നൻ ഭീഷണിപ്പെടുത്തി. പേടിച്ചു പോയ വാനമ്പാടി പാട്ട് പാടാൻ തുടങ്ങി. പാട്ട് തീർന്നിട്ടും വാനമ്പാടിയുടെ ചുണ്ടിൽ നിന്ന് സ്വർണ്ണമുത്തൊന്നും വീണില്ല. സ്വർണ്ണമുത്ത് കിട്ടിയില്ലല്ലോ, അതെന്താ? ചിന്നൻ ഞെട്ടലോടെ ചോദിച്ചു. ഞാൻ സന്തോഷത്തോടെ പാട്ട് പാടിയാലേ സ്വർണ്ണമുത്ത് പുറത്തു വരും. നീ എന്നെ കൂട്ടിലടച്ചിരിക്കുകയല്ലേ, അപ്പോൾ ഞാൻ എങ്ങനെ സന്തോഷത്തോടെ പാട്ട് പാടും? വാനമ്പാടി ചോദിച്ചു. അത് കേട്ട് നിരാശനായ ചിന്നൻ കൂട് തുറന്നതും വാനമ്പാടി രക്ഷപ്പെട്ട് ദൂരേക്ക് പറന്നുപോയി. ചിന്നൻ്റെ അത്യാഗ്രഹത്തിൻ്റെ ഫലം കണ്ടോ? വാനമ്പാടിയെ പിടിച്ച് കൂട്ടിലടച്ച് ദിവസവും സ്വർണ്ണമുത്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് അത്യാഗ്രഹം കാണിച്ചത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ കാട്ടിൽ ചെല്ലുമ്പോൾ വാനമ്പാടി പാട്ട് പാടുന്നത് നോക്കിയിരുന്ന് സ്വർണ്ണമുത്ത് വീഴുമ്പോൾ എടുക്കാമായിരുന്നല്ലോ. ഇതിപ്പോൾ വാനമ്പാടി ഇനി ആ കാട്ടിലേക്ക് വരിക പോലും ചെയ്യത്തില്ല, പറന്ന് ദൂരെ പോയി. ഈ കഥ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ പറയണം കേട്ടോ. അവധിക്കാലത്ത് നിങ്ങൾ ഏതൊക്കെ കഥകൾ വായിച്ചു, കേട്ടു എന്നൊക്കെ പറയണം.